എറണാകുളം മഹാരാജാസ് കോളേജിൽ മാലിന്യം നിറഞ്ഞയിടം ഹരിതാഭമാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളും അധ്യാപകരും. ഫലസസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് പച്ചത്തുരുത്ത്. ഹരിത കേരള മിഷന്റെ ജില്ലാതല പച്ചത്തുരുത്ത് മത്സരത്തിൽ ക്യാമ്പസ് 1ാം സ്ഥാനവും കരസ്ഥമാക്കി. 3 വർഷം മുൻപ് മഹാരാജാസ് കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് മുൻവശം ഇങ്ങനെയായിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ആരംഭിച്ച ഉദ്യമമാണ് ജൈവ കലവറയ്ക്ക് വഴിയൊരുക്കിയത്. മഹാരാജാസ് കോളേജ് ബോട്ടണി വിഭാഗത്തിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പത്മശ്രീ ഡോക്ടർ എ.കെ. ജാനകിയമ്മാൾ സ്മാരക പച്ചത്തുരുത്ത് ഒരുക്കിയത്. 10 സെന്റ് വിസ്തൃതിയിൽ 29 ഇനങ്ങളിലായി 78ലധികം സസ്യങ്ങളുണ്ട്. ഇപ്പോൾ ഔഷധ സസ്യങ്ങൾ കൂടാതെ പുളി, പേര, ചാമ്പ, നെല്ലി തുടങ്ങിയ വൃക്ഷങ്ങൾ, ഇവയ്ക്കൊപ്പം വിവിധതരം പക്ഷികൾക്കും ശലഭങ്ങൾക്കും ആവാസ വ്യവസ്ഥയും ഒരുക്കുന്നുണ്ട്. ഒന്നാമത് ഇത് വളരെ ബാരനായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. ഇവിടെ ഈ കൺസ്ട്രക്ഷന്റെ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു ചെടി നടാൻ പറ്റിയ ഒരു തരത്തിലേക്ക് ആദ്യം മാറ്റി. അത് 22 ശേഷമാണ് നമ്മളിങ്ങനെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് പച്ചത്തുരുത്ത് എന്ന് പറഞ്ഞ് ആക്കിയത്. ക്യാമ്പസിൽ പൊതുവെ നല്ല പച്ചപ്പുള്ളതുകൊണ്ട് തന്നെ കിളികൾ സാധാരണയായിട്ട് ധാരാളം വരാറുണ്ട്. അതിൽ തന്നെ ഇവിടെ നമ്മൾ ഈ ക്യാമ്പസിൽ തന്നെ ഏതാണ്ട് 42ലധികം പക്ഷികളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ജൈവ കലവറയ്ക്കായി വിദ്യാർത്ഥികൾ തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തൈകൾ എത്തിച്ചതും നട്ടു പരിപാലിച്ചതും. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഫ്രൂട്ടിംഗ് ആയിട്ടുള്ള ഫ്രൂട്ട് ഉണ്ടാവുന്ന ടൈപ്പ് ഓഫ് ചെടികളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. സീതപ്പഴം, അതേപോലെ നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമിൽ മൾബറി നട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചധികം സ്പീഷീസ് ആണ് നമ്മളിവിടെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് രുദ്രാക്ഷം, അതേപോലെ മറൂട്ടി, അതേപോലത്തുള്ള സ്പീഷീസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസിലെ ഇതേ പച്ചത്തുരുത്ത് പഠനത്തിനും സഹായകമാകും. ജൈവ കലവറ വിപുലമാക്കാനാണ് വിദ്യാർത്ഥികളുടെ ശ്രമം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.